ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകര എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂമിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വില്ല വരുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 3 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1/2 കിലോമീറ്ററും മാത്രമാണ്. ഏകദേശം 4 മീറ്ററോളം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഇവിടെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. അതുകൂടാതെ തന്നെ ബൈക്കും മറ്റും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിന് മുന്നിലായി നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 2-3 പേർക്ക് സുഖമായി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ചേറിട്ടിരിക്കാവുന്നതാണ്. പ്രീമിയം ടൈലുകൾ തന്നെയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. പുതിയൊരു മോഡലിൽ തന്നെ ഡിസൈൻ ചെയ്ത വലിയൊരു മെയിൻ ഡോർ നമുക്കിവിടെ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നിരുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മാക്സിമം ലൈറ്റ് ലഭിക്കുന്നതിനായി തന്നെ വലിയ വെന്റിലേഷനുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത ഒരു TV യൂണിറ്റും ബാക്ക്ഗ്രൗണ്ടായി ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് TV യൂണിറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ആദ്യം കടന്നിരുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു വാളിലായി നല്ലൊരു ടെക്സ്ചർ വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്നുകൊണ്ട് തന്നെ വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് ഒരു ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. നല്ലൊരു ഗാർഡൻ ഏരിയയെ ഇവിടെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാനുള്ള സ്പേസും വിട്ടിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിൽ LED സ്ട്രിപ്പൊക്കെ നൽകി വളരെ മനോഹരമാക്കി തന്നെ ഇവിടെ കിച്ചൺ കബോർഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കും നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. തീർച്ചയായും വലിയ വെന്റിലേഷനുകൾ തന്നെയാണ് ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. യാതൊരുവിധ ജിപ്സം വർക്കുകളും നൽകാതെ പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. കൂടാതെ ബ്രാൻഡഡ് പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GA ട്യൂബിൽ വുഡൻ ഹാൻഡ് ടപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇതേപോലെ ഒരു പാസേജ് ആണ്. മനോഹരമായൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിവിടെ കാണുന്ന പാസേജിൽ നിന്നാണ് എല്ലാ റൂമുകളിലേക്കും നമ്മൾ തിരിഞ്ഞു പോകുന്നത്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ ബെഡ്റൂമും ഏകദേശം 12 അടി നീളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 പാളികളുള്ളൊരു വലിയ വാർഡ്രോബും നമുക്കിവിടെ കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നല്ലൊരു കളർ പാറ്റേണിൽ തന്നെയാണ് ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. വലിയ വെന്റിലേഷനുകൾ കൊടുത്ത് 12 അടി വീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ്, അതായത് 4ാമത്തെ ബെഡ്റൂമിലേക്ക്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. വലിയ വെന്റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ലൈറ്റും ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും വരുന്നത്. അത്യാവശ്യം നീളമുള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ടഫൺ ഗ്ലാസ് ഇട്ടുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ ഈ വീടിൻ്റെ എല്ലാവിധ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്.
ഈ വീടിൻ്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.